ഇതാണ് 900 രൂപയുടെ നാണയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സ്വന്താക്കിയത്? ആ കഥയൊന്ന് പറയൂ. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കോയിൻസ് ശേഖരിക്കുക, പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞപ്പം ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പക്ഷെ എങ്ങനെയാണ് ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്തിട്ട് ദുബായിലായിരുന്നു. 30 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തപ്പോൾ പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് പല നാണയങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നാണയശേഖരം തുടങ്ങിയത്. നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഏറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിക്കൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് MK ലത്തീഫ് എന്നാണ്. അപ്പം ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം അദ്ദേഹം ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയാണെന്നുള്ളത്. പക്ഷേ ആ ഒരു വിശേഷവുമായിട്ടല്ല നമ്മൾ വന്നേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയൊരു വിശേഷം നിങ്ങൾ ഓഡിയൻസിനോട് പങ്കുവെക്കാനുണ്ട്. ലത്തീഫ് കാ, നമ്മൾ പറഞ്ഞു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ് താങ്കളെന്ന്. പക്ഷേ അതെങ്ങനെ കിട്ടി, എന്തിനാ കിട്ടിയത് എന്നൊന്നും പറയാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈയിടെ അടുത്തായിട്ട് പുറത്തിറക്കിയ 900 രൂപയുടെ നാണയം അത് താങ്കളുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. സോ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതാണ് 900 രൂപയുടെ നാണയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സ്വന്താക്കിയത്? ആ കഥയൊന്ന് പറയൂ. ഇത് നമ്മുടെ സർക്കാർ പല വിശിഷ്ട ദിവസങ്ങൾക്കും വേണ്ടിയിട്ട് നാണയങ്ങൾ ഇറക്കാറുണ്ട്. അത് 1 രൂപ മുതൽ മാക്സിമം 1000 രൂപയാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് 900 രൂപയുടെയും 800 രൂപയുടെയും നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരാദ്യം അനൗൺസ് ചെയ്യും, ഇങ്ങനെ ഒരു നാണയം ഇറക്കാൻ പോകുന്നുണ്ട്. പ്രധാനമന്ത്രിയോ ധനമന്ത്രിയോ അത് റിലീസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ റിസർവ് ബാങ്കിൽ ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്ത് നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 6 മാസത്തെ കാലയളവിലാണ് നമുക്കത് അവരയച്ചു തരിക. പക്ഷേ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരിട്ട് റിസർവ് ബാങ്കിലേക്ക് പോയി അവിടെയുള്ള പരിചയമുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ നാണയം കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് ശേഖരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 900 രൂപയുടെ നാണയമല്ലേ, ഇത് 900 രൂപ കൊടുത്താൽ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത് കിട്ടിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ 900 രൂപ ഞാൻ തരാം, എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അതിലൊരു മറുപടി വെച്ചാൽ ഈ നാണയം പബ്ലിക്കിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നമുക്ക് ഇതിനൊരു മോഹവില ഇട്ടിട്ടാണ് തരുന്നത്. മോഹവില എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് വാങ്ങിച്ചത് 7000 രൂപയ്ക്കാണ്. അപ്പോൾ 7000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 900 രൂപയ്ക്ക് പബ്ലിക്കിൽ കൊടുക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ അവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് സിൽവർ ഉണ്ട്, അപ്പോൾ സിൽവറിൻ്റെ വാല്യൂ കൂടിയിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ 900 രൂപയുടെ നാണയം മാത്രമല്ല 800 രൂപയുടെ നാണയം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതല്ലാതെ മറ്റേതൊക്കെ നാണയങ്ങളാണ്, അതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ കയ്യിലേക്ക് വന്നത്? ഇതുപോലെയുള്ള വിശിഷ്ട ദിവസങ്ങൾക്ക് ഇറക്കുന്ന നാണയം എല്ലാം ഒരേ പ്രൊസീജിയറാണ്. നമ്മൾ അവർ മുൻകൂട്ടി പരസ്യം കണ്ടിട്ട് നമ്മളത് റിസർവ് ബാങ്കിൻ്റെ സൈറ്റിലുണ്ടാവും ഏതൊക്കെ നാണയങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ നാണയം റിലീസ് ചെയ്ത് നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നാണയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഭഗവാൻ പാർശ്വനാഥ്, ഇത് ജൈൻ്റെ ഒരു ദൈവമാണ്. അവർ 2900 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ആ ജനനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് 900 വർഷം. അപ്പോൾ 2900 നാണയം ഇറക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റില്ല. കാരണം വെച്ചാൽ മാക്സിമം 1000 വരെയാണ് റിസർവ് ബാങ്ക് ഇറക്കുന്നത്. അതുകൊണ്ട് അവർ 900 നാണയം ഇറക്കിയിരിക്കുന്നത് ജനനത്തിൻ്റെ. മരണത്തിൻ്റെതാണ് 800 2800 അദ്ദേഹം മരിച്ചത് പറയാൻ പറ്റില്ല, എനിക്ക് അതിൻ്റെ ശരിക്കുള്ള വാക്കറിയില്ല. അതിനനുസരിച്ചാണ് 800 രൂപ ഇറക്കിയിരിക്കുന്നത്. രണ്ടും ഭഗവാൻ പാർശ്വനാഥിലാണ് ഇറക്കിയത്. ഓക്കെ, ഇവിടെ വേറെ ഒരുപാട് കോയിൻസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ കഥകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ, 1000 രൂപയുടെ നാണയമാണ്. അപ്പം ഇങ്ങനെ അമൂല്യമായിട്ടുള്ള നാണയശേഖരങ്ങളൊക്കെ കൂടിയുള്ള ഒരു വ്യക്തിയാണ് MK ലത്തീഫ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലത്തീഫ് ഖാൻ്റെ നാണയശേഖരം നമുക്കൊന്ന് ഇങ്ങനെ പെട്ടെന്ന് ഓടിയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നാണയശേഖരങ്ങൾ എന്ന് പറയുന്നത്. ഈ ബോക്സ് ആണോ, നല്ല രസമുണ്ടല്ലേ? ഈ ബോക്സിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ നാണയം, ഇത് 100 രൂപയുടെ നാണയമാണ്. അപ്പോൾ ഇതിന്റെ ഫോട്ടോ ഉണ്ട് ബാക്കിൽ, നമ്മുടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, വാജ്പേയിയുടെ. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയമാണ് 100 രൂപയുടെ നാണയം. അതിന്റെ പ്രത്യേകത പല നാണയം. ഇപ്പം 1000 രൂപയുടെ നാണയം, തഞ്ചാവൂർ ക്ഷേത്രം 1000 വർഷമായി, ആർക്കറിയില്ലല്ലോ. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്ക് 1000 വർഷത്തിന്റെ 1000 രൂപയുടെ നാണയം കേന്ദ്ര സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല വിശിഷ്ട ദിവസങ്ങൾക്കും
RBIൻ്റെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ CBIൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. CBI എത്ര വർഷമായിട്ടുള്ള അതിൻ്റെ നാണയങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് നാണയങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നാണയ ശേഖരത്തിലേക്ക് എത്തിയത്? എനിക്കറിയാം ഒരുപാട് പുരാവസ്തു ശേഖരങ്ങളുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതൊരു ക്രേസ് ആയിട്ട് തുടങ്ങിയതാണ്. എങ്ങനെയാണ്? ഇപ്പം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ കോയിൻസ് ശേഖരിക്കുക. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞപ്പം ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പക്ഷേ എങ്ങനെയാണ് ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്തിട്ട് ദുബായിലായിരുന്നു. 30 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തപ്പോൾ പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് പല നാണയങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നാണയശേഖരം തുടങ്ങിയത്. പിന്നെ അതിൽ പിന്നെ പുരാവസ്തുവിലേക്ക് മാറി. അപ്പം ഞാൻ ഗൾഫിലൊക്കെ പല എക്സിബിഷനും ചെയ്ത ആളാണ്. പിന്നെ അവിടെ നിർത്തി വെച്ച് ഇപ്പോൾ നാട്ടിൽ സെറ്റിലായപ്പോൾ ഇവിടെ ഞാൻ എക്സിബിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ സൗജന്യമായിട്ട് പ്രദർശനം. ഇതാണ് ഇപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ളൊരു ഹോബി. പിന്നെ എന്ത് പഴമ എവിടെ കണ്ടാലും ഇത് നമ്മളെ വരും തലമുറയെ ഓർമ്മിക്കണം. പണ്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഈ ഗിന്നസ് വേൾഡ് കിട്ടിയിരിക്കുന്നത് കല്യാണക്കത്ത് ശേഖരിച്ചിട്ടാണ്. കാരണം ഇനി വരും തലമുറ കല്യാണക്കത്ത് അടിക്കുന്നില്ല. ഇപ്പം എല്ലാം വാട്സപ്പും ഇമെയിലും അങ്ങനത്തെ സംവിധാനമൊക്കെ വന്നതോടുകൂടി കല്യാണക്കത്ത് ഇപ്പം നമുക്ക് ജസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു കല്യാണക്കത്ത് മാത്രം മതി. അപ്പോൾ അടിക്കൽ കുറവ്. അപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ ശേഖരിച്ച കല്യാണക്കത്ത് കൊണ്ട് ഗിന്നസിൽ വരെ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒരു പാകിസ്ഥാനിക്കായിരുന്നു ആ റെക്കോർഡ് എന്നല്ലേ? അതാണ് മറികടന്നിരിക്കുന്നത്. ഇപ്പം 2024 വരെയുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള കല്യാണക്കത്ത് ഞാൻ 1931 മുതൽ 2024 വരെയുള്ള കല്യാണക്കത്ത് ശേഖരിച്ചിട്ട് ഗിന്നസ് പോകുന്ന ഒരു കത്ത് മാത്രം പോരാ. ആ കത്തിൻ്റെ കൂടെ നമുക്ക് അവർക്ക് ഒരു കൊല്ലത്തെ പ്രൊസീജിയറാണിത്. രേഖ ഹാജരാക്കണം. കല്യാണം കത്ത് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ അവർ ഗ്രൂപ്പ് ഫോട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ട് 3 പ്രാവശ്യം എൻ്റെ റിജക്റ്റ് ആയിട്ടാണ് 4മത്തേനാണ് അവർ. അതിപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എത്ര കത്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്തെടുക്കാം. അതുപോലെ കത്തിൻ്റെ കൂടെ ഒരു 75% രേഖകൾ ഹാജരാക്കണം. ഓക്കെ. 2024 വരെയുള്ളത് ശേഖരിച്ചതിനാണ് ഈ റെക്കോർഡ്. അതിനുശേഷം തുടരുന്നുണ്ടോ? തുടർന്നുണ്ട്. ഇപ്പം അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടു. ഒരു പ്ലേറ്റിൽ കല്യാണക്കത്ത് അടിച്ചിട്ട് നമ്മുടെ കോഴിക്കോട്. അപ്പൊ ആ കത്ത് വരെ എന്റെ ശേഖരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ എക്സിബിഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശേഖരങ്ങളൊക്കെ കാണുമ്പം കുട്ടികൾക്ക് അത് വലിയ കൗതുകമായിരിക്കും. ഉറപ്പായിട്ടും എന്തായാലും കൗതുകമായിരിക്കും. അവർ വന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള നാണയങ്ങളൊക്കെ ശേഖരിച്ചത്, ഇതിന്റെ പിന്നിലുള്ള കഥകൾ എന്താണ്, അങ്ങനെയൊക്കെ. ഞങ്ങളുടെ സ്കൂളിൽ എക്സിബിഷൻ ചെയ്യുമ്പോൾ നമ്മളവിടെ ക്ലാസ് എടുക്കും. ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് ശേഖരിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ട് ഇതിൻ്റെ. അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനായിട്ട് കോഴിക്കോട് തന്നെ ഞങ്ങൾ 2-3 ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. നാണയത്തിൻ്റെ ക്ലബ്ബുകളുണ്ട്, പുരാവസ്തുവിൻ്റെ ക്ലബ്ബുകളുണ്ട്. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഒരു 200ഓളം മെമ്പറുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ, അസോസിയേഷൻ തന്നെയാണ്. ആ വഴിക്ക് ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കല്യാണക്കത്തിൻ്റെ ശേഖരം ഉണ്ടെന്നറിയാം. ഇതാണ് ലത്തീഫ്ക്കായുടെ കയ്യിലേക്ക് എത്തിയ ഏറ്റവും ലേറ്റസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള കല്യാണക്കത്ത്. കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് 2025 ഫെബ്രുവരി 16-ന് കോഴിക്കോട് വെച്ച് നടന്നൊരു കല്യാണത്തിൻ്റെ ഒരു ക്ഷണക്കത്താണിത്. ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിരിക്കുന്ന കല്യാണക്കത്ത് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ലത്തീഫ്ക്കായ്ക്കുണ്ട്. അതാണ് ഈ കാണുന്നത്. അതായത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രേമലു സിനിമ, ഓർമ്മയില്ലേ? അതിൽ നായികയ്ക്ക് ആദി കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള നോട്ടാണ്. അപ്പം അത്തരത്തിലുള്ള നോട്ടുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം ആ കഥ കൂടി ഒന്ന് പറയാം. അതെ, അത് ഞാനിപ്പോൾ ഓൾറെഡി 10,000 പ്രശസ്ത വ്യക്തികൾക്ക് ഞാൻ സമ്മാനിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള ഏകദേശം മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ ഒത്തിരി ആൾക്ക് സമ്മാനമായിട്ട് നോക്കി. അവർക്കൊക്കെ കിട്ടിയ ആൾക്കാർക്ക് വളരെ സന്തോഷമാണ്. കാരണം അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ, ആ സീരിയൽ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടാണ് കലക്ട് ചെയ്യുന്നത്. കുറച്ച് കാണുമ്പോൾ ഇതൊരു 5 രൂപയാണെങ്കിലും ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ശരിക്കൊരു നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാനിത് സൗജന്യമായിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. ഇതിപ്പം MT വാസുദേവൻ സാർ, MT സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. MT സാറിൻ്റെ 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മലയാള മാസവും ഒന്ന് ഇംഗ്ലീഷ് മാസമായിട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തു. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ലത്തീഫ്ക്കായുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇനിയും ഒരുപാട് നാണയശേഖരങ്ങളൊക്കെ കയ്യിലെത്തട്ടെ. വീണ്ടും വീണ്ടും പുതിയ റെക്കോർഡുകളും താങ്കൾക്ക് എന്തായാലും അത് എത്രയും പെട്ടെന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഞങ്ങൾ വരും, ലത്തീഫ്ഖാനെ ഇന്റർവ്യൂ ചെയ്യും, പുതിയ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. സോ താങ്ക് യു.